ഹായ്, ഏവർക്കും +1 ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്ററായ ബൈനോമിയൽ തിയറം ആണ്. ഓക്കെ, എന്താണ് ബൈനോമിയൽ തിയറം എന്നതിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്കറിയാം, സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് a+b² = a² + 2ab + b². എന്താണ് a+b ക്യൂബ്? നിങ്ങൾക്കറിയാം, a³ + 3a² + 3ab² + b³ എന്താണ് a+b ⁴ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. എങ്കിലും നിങ്ങൾ പറയും, എങ്കിൽ വാട്ട് ഈസ് a+b ⁵? കുറച്ച് ബുദ്ധിമുട്ടും. വാട്ട് ഈസ് a+b �6? കുറച്ചുകൂടെ ബുദ്ധിമുട്ടും. വാട്ട് ഈസ് a+b �10? പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ a+b ന്റെ പവർ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം യൂസിങ് ബൈനോമിയൽ തിയറം. സോ ബൈനോമിയൽ തിയറം ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n, for any positive integer n, we can define a+b n equal to nc0, first term raised to maximum power a⁻n, plus nc1, ഫസ്റ്റ് ടേമിന്റെ പവർ ഒന്ന് കുറയ്ക്കുക a⁻n-1 ഇൻറ്റു സെക്കൻഡ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇൻറ്റു b, പ്ലസ് nc2, ഇതിന്റെ പവർ തൊട്ട് മുന്നേയുള്ള പ്രൊസീഡിംഗ് ടേമിലെ ആദ്യത്തെ ടേമിന്റെ പവർ ഒന്ന് കുറയ്ക്കുക a⁻n-2, ഇത് b, അത് പവർ രണ്ടാമത്തെ ടേമിന്റെ പവർ കൂട്ടി പോവുക ഇൻറ്റു b², പ്ലസ് nc3, അടുത്തെന്ത് വരും? ആദ്യത്തെ ടേമിന്റെ പവർ ഒന്ന് കുറയ്ക്കണം a⁻n-3, b² പവർ ഒന്ന് കൂട്ടണം, സെക്കൻഡ് ടേമിന്റെ പവർ കൂട്ടുക, പ്ലസ് എക്സെട്രാ, പ്ലസ് ലാസ്റ്റ് ടേം എന്തായിരിക്കും? nc0, nc1, nc2, nc3 എക്സെട്രാ, ലാസ്റ്റ് ടേം ncn. ആദ്യത്തെ ടേമിന്റെ പവർ കുറഞ്ഞ് അതങ്ങ് എലിമിനേറ്റ് ചെയ്തു പോകും. സെക്കൻഡ് ടേം പവർ മാക്സിമം b⁻ എന്ത് വരും? n, which is called ബൈനോമിയൽ തിയറം. എന്താണ് ബൈനോമിയൽ തിയറം? a+b n, where n is a positive integer, equal to, very important, nc0 a⁻n plus nc1 a⁻n-1 into b plus etc plus ncn b⁻n. ഇത് മൊത്തം കാണാതെ ഒന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിക്കാം. Here nc0, nc1, nc2 etc ncn are called binomial coefficients. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത പിടിയിട്ടായിരുന്നോ? ആദ്യത്തെ ടേം ആദ്യം എഴുതുമ്പോൾ മാക്സിമം പവർ, പിന്നെ ആദ്യത്തെ ടേമിന്റെ പവർ ഡിക്രീസ് ഒന്ന് കുറഞ്ഞു വരും, രണ്ടാമത്തെ ടേം എന്താണ് പവർ കൂടി വരും. സിമിലർലി വി ക്യാൻ റൈറ്റ് a-b n ഈക്വൽ ടു, മുകളിലത്തെ എക്സ്പാൻഷനിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ഫസ്റ്റ് ടേം nc0 a⁻n, ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ, മൈനസ് nc1 a⁻n-1 into b, അടുത്ത പ്ലസ് nc2 a⁻n-2 into b², then മൈനസ് nc3 a⁻n-3 into b³ പ്ലസ് എക്സെട്രാ, പ്ലസ് ഈ ടേം പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് കൊടുക്കുന്നു? -1 into ലാസ്റ്റ് ടേം ആസ് യൂഷ്വൽ ncn b⁻n. ഇതിന്റെ പ്രത്യേകത എന്താണ്? n ഈവൻ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? പോസിറ്റീവ് സൈൻ വരും. n ഓഡ് ആകുമ്പോൾ ഇവിടെ എന്ത് വരും? നെഗറ്റീവ് സൈൻ വരും. അതായത് a-b 5 എക്സ്പാൻഡ് ചെയ്താൽ ലാസ്റ്റ് ടേമിന്റെ സൈൻ എന്തായിരിക്കും? മൈനസ്. a-b 8 എക്സ്പാൻഡ് ചെയ്താൽ ലാസ്റ്റ് ടേമിന്റെ സൈൻ എന്തായിരിക്കും? പ്ലസ്. -1 ഈക്വൽ ടു +1 if n is even, -1 if n is odd. നിങ്ങൾക്കറിയാം, അതനുസരിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. വേറെ ഒന്നുമില്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ബൈനോമിയൽ കോഎഫിഷ്യൻസ് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ, ആദ്യം 1 എഴുതുക, ദെൻ വീണ്ടും 1, അവസാനം 1. ആദ്യത്തെ 1 അതുപോലെ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക, 1 + 1 2, അവസാനം 1, ആദ്യം അവസാനം 1, അത്രയേ ഉള്ളൂ. ആദ്യം 1, അടുത്തത് 1 + 2 3, 2 + 1 3, അവസാനം 1. അഗെയിൻ 1 അതുപോലെ, അടുത്തെന്താണ്? 1ഉം 3ഉം ആഡ് ചെയ്താൽ 4, അടുത്ത 3ഉം 3ഉം 6, 3 1 4, അവസാനം 1. അതേപോലെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ ടേം കിട്ടും 1 5 10 10 5 1 1 6 15 20 15 6 1. ഇതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ആദ്യത്തത് a+b0, എനി ക്വാണ്ടിറ്റി റൈസ് 0 1, അതാണ് 1. അടുത്ത് വരുന്നത് a+b 1, അതെന്ത് കിട്ടും? a+b, അതിന്റെ കോഎഫിഷ്യന്റ് 1 1. നെക്സ്റ്റ് a+b2, അതിന്റെ കോഎഫിഷ്യന്റ് a² + 2ab + b², എന്താണ്? 1 2 1, അതാണ് വന്നത്.
അടുത്ത a plus b the whole cube ന്റെ coefficient 1 3 3 1 then a plus b the whole raised to 4 ന്റെ coefficients a plus b the whole raised to 5 ഇത് a plus b the whole raised to 6 അതായത് a plus b the whole raised to 5 നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് 5c0 ആ 5c0 ആണ് 1 അടുത്ത 5c1 അതാണ് 5 5c2 that is 10 5c3 10 5c4 5 5c5 1 വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ട്രയാങ്കിൾ ഉപയോഗിച്ച് കോഎഫിഷ്യൻസ് എഴുതാം അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് 5c0 5c1 ഇവാലുവേറ്റ് ചെയ്താലും മതി അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കൊള്ളാം അത്രമാത്രം ഓക്കെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് 2 raised to n equal to nc0 plus nc1 plus nc2 plus etc plus ncn. Second part, show that 0 equal to nc0 minus nc1 plus nc2 minus nc3 plus etc plus minus 1 the whole raised to n into ncn. ഈ രണ്ട് റിസൾട്ടും പ്രൂവ് ചെയ്യണം. ഒന്ന് രണ്ട് പ്രാവശ്യം എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് 1 plus x the whole raised to n. ബൈനോമിയൽ തിയറി ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക. a plus b the whole raised to n നിങ്ങൾക്കറിയാം എന്താണ് പറഞ്ഞോ nc0 ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ 1 റൈസ് ടു n 1 റൈസ് ടു എന്ത് വന്നാലും പവർ എന്ത് വന്നാലും ആൻസർ എന്താണ് 1. അപ്പോൾ 1 റൈസ് ടു n എന്ത് തന്നെയാണ് 1 ഇൻറ്റു 1 എന്ന് എഴുതേണ്ട ആവശ്യം ഇല്ല. പ്ലസ് nc1 അടുത്ത് 1 റൈസ് ടു n മൈനസ് 1 1ന്റെ പവർ 1 തന്നെയാണ് എപ്പോഴും അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഫസ്റ്റ് ടേം നമ്മൾ ഇനി അങ്ങ് കളയുന്നു. സെക്കൻഡ് ടൈം മാത്രം നോക്കി പോയാൽ മതി. ഓക്കെ സോ ഫസ്റ്റ് ടൈം 1 റൈസ് ടു മൈനസ് 1 അത് ഇൻറ്റു 1 ഇൻറ്റു രണ്ടാമത്തെ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഇനി ആദ്യത്തെ ടൈമിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട nc2 അടുത്തെന്താണ് ഈ രണ്ടാമത്തെ ടൈമിന്റെ പവർ കൂട്ടിയാണ് അപ്പോൾ അടുത്തെന്ത് വരും എക്സ് സ്ക്വയർ പ്ലസ് അടുത്തെന്തായിരിക്കും nc3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് ടൈം ncn എക്സിന്റെ പവർ മാക്സിമം ദാറ്റ് ഈസ് എക്സ് റൈസ് ടു n. വളരെ സിമ്പിൾ ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ആദ്യത്തെ പവർ എഴുതാത്തത് ആദ്യത്തത് ഇവിടെ 1 റൈസ് ടു n അടുത്ത് 1 റൈസ് ടു n മൈനസ് 1 1 റൈസ് ടു n മൈനസ് 2 അതെല്ലാം എന്താണ് 1 ആണ് അതുകൊണ്ടാണ് അത് എഴുതാത്തത്. ഓക്കെ രണ്ടാമത്തെ ടേം ആദ്യം വരത്തില്ല രണ്ടാമത്തെ ടേമിൽ എക്സ് വരും ദെൻ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എക്സെട്രാ അപ് ടു എക്സ് റൈസ് ടു n. അപ്പോൾ നമുക്ക് 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു n കിട്ടി. ഇതിൽ പുട്ട് എക്സ് ഈക്വൽ ടു 1 എന്ത് കിട്ടും? വെരി സിമ്പിൾ. എക്സിന് 1 കൊടുത്താൽ 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2 റൈസ് ടു n ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് nc0 പ്ലസ് എക്സിന് 1 ആണ് അപ്പോൾ എന്ത് കിട്ടും nc1 ഇൻറ്റു 1 ദാറ്റ് ഈസ് nc1 പ്ലസ് നെക്സ്റ്റ് എന്താണ് nc2 1 സ്ക്വയർ 1 അല്ലേ എഴുതേണ്ട ആവശ്യമില്ല പ്ലസ് nc3 പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് ടൈം 1 റൈസ് ടു n ദാറ്റ് ഈസ് അഗൈൻ 1 സോ ncn. കഴിഞ്ഞു. ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് പാർട്ട് പ്രൂഫ് ആയി കഴിഞ്ഞു. ഒന്നാമത്തെ പാർട്ടിന്റെ പ്രൂഫായി. രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യാൻ വി ഹാവ് 1 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു n എഴുതുക ദാറ്റ് ഈസ് ഈക്വൽ ടു വേറെ ഒന്നുമില്ല ഇതിൽ സൈൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചേഞ്ച് ചെയ്താൽ മതി. എന്ത് കിട്ടും പറഞ്ഞോ nc0 മൈനസ് അടുത്ത് ഇവിടെ പ്ലസ് മൈനസ് ആവുമേ nc1 എക്സ് പ്ലസ് nc2 എക്സ് സ്ക്വയർ മൈനസ് nc3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് ടേം പ്ലസോ മൈനസോ ആകാം അല്ലെ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കണം മൈനസ് 1 ദ ഹോൾ റൈസ് ടു n ഇൻറ്റു ncn ഇൻറ്റു എക്സ് റൈസ് ടു n അല്ലെ എക്സ് ക്യൂബ് എക്സെട്രാ ലാസ്റ്റ് പവർ എന്ത് വരും എക്സ് റൈസ് ടു n. വീണ്ടും നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിൽ 0 അപ്പോൾ എക്സിന് എന്ത് കൊടുക്കണമായിരിക്കും 1 സിമ്പിൾ. സോ പുട്ട് എക്സ് ഈക്വൽ ടു 1 വി ഗെറ്റ് എക്സിന് 1 കൊടുത്താൽ 1 മൈനസ് 1 0 0 റൈസ് ടു എന്ത് വന്നാൽ ആൻസർ 0 ഈക്വൽ ടു nc0 എക്സിന് എന്താ കൊടുക്കണം 1 അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മൈനസ് nc1 പ്ലസ് അടുത്തെന്ത് വരും nc2 മൈനസ് അടുത്തെന്ത് വരും nc3 എക്സിനെല്ലാം 1 കൊടുക്കുകയാണ് 1ന്റെ ഏത് പവർ വന്നാലും ആൻസർ 1 പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് ടൈം മൈനസ് 1 ദ ഹോൾ റൈസ് ടു n ഇൻറ്റു ncn എക്സ് റൈസ് ടു n എക്സിന് 1 ആണ് 1 റൈസ് ടു n എന്ത് തന്നെയാണ് 1 തന്നെയാണ്. സോ സിംപ്ലി നമുക്ക് എന്ത് കിട്ടി രണ്ടാമത്തെ കേസ് പ്രൂവ് ചെയ്യാനുള്ളത് ശരിയല്ലേ നോക്കുക വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ ഫൈൻഡ് a plus b the whole raised to 4 minus a minus b the whole raised to 4 and hence evaluate root 3 plus root 2 the whole raised to 4 minus root 3 minus root 2 the whole raised to 4. ആദ്യം ഇത് വാല്യുവേറ്റ് ചെയ്യുക അത് യൂസ് ചെയ്ത് ഇതിൻ്റെ വാല്യൂ കാണുക. ഓക്കെ അപ്പോൾ ആദ്യം നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ കാണുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് a plus b the whole raised to 4. നിങ്ങൾക്കറിയാം പറഞ്ഞോളൂ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എന്താണ് nc0 ഇവിടെ n എന്ന് പറഞ്ഞാൽ 4 ആണ് അപ്പോൾ 4c0 ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ a റൈസ് ടു 4 വെരി സിമ്പിൾ പ്ലസ്
4c1 ഫസ്റ്റ് ടേമിന്റെ പവർ ഒന്ന് കുറയ്ക്കണം എ ക്യൂബ്, രണ്ടാമത്തെ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇൻറ്റു ബി, പ്ലസ് 4c2 ആദ്യത്തെ ടേമിന്റെ പവർ കുറയ്ക്കുക, രണ്ടാമത്തെ പവർ കൂട്ടുക, ഇത് b⁻1 അതെന്തായി മാറും b², പ്ലസ് 4c3 ആദ്യത്തെ പവർ കുറച്ചാൽ എ, രണ്ടാമത്തെ പവർ കൂട്ടിയാൽ b³ പ്ലസ് 4c4 എ എന്ന ടേം എലിമിനേറ്റ് ചെയ്ത് പോയി, കാരണം അത് a⁻0 ആവും, രണ്ടാമത്തത് മാക്സിമം പവർ b⁻2 എന്താണ് 4. That is, this can be written as a plus b the whole raised to 4 equal to, കാൽക്കുലേറ്റർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സിംപ്ലിഫിക്കേഷൻ എങ്ങനെ വേണം ചെയ്യാം, 4c0 that is 1, so 1 into a⁻4 plus 4c1 that is 4, കാൽക്കുലേറ്റർ കൊടുക്കാം, സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പാസ്കൽസ് ട്രയാങ്കിൾ മനസ്സിൽ വന്നാലും മതി, എന്തുകൊണ്ടാകാം. 4c1 4 ഇൻറ്റു ബാക്കിയുള്ളത് എന്താണ് a³ b പ്ലസ് 4c2 that is 6, കാൽക്കുലേറ്ററിൽ കൊടുക്കാം, എങ്ങനെ വേണം ചെയ്യാം. ദെൻ ബാക്കി എന്തുണ്ട് a² b² പ്ലസ് 4c3 that is 4, പിന്നെ എന്താണുള്ളത് a ഇൻറ്റു b³ പ്ലസ് അഗെയിൻ 4c4 1 ഇൻറ്റു b⁻4 that is b⁻4. എന്ത് കിട്ടി, a plus b the whole raised to 4 സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടി. നെക്സ്റ്റ് a-b the whole raised to 4 എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഇതിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്താൽ പോരെ. സോ എന്ത് കിട്ടും, a⁻4 then മൈനസ് 4a³ b പ്ലസ് 6a² b² then മൈനസ് 4ab³ പ്ലസ് b⁻2 എന്താണ് 4. ഇനി എന്താണ് കാണേണ്ടത്, ഇതും ഇതും തമ്മിൽ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അതായത് വി ഹാവ് ടു ഫൈൻഡ് a plus b the whole raised to 4 മൈനസ് a-b the whole raised to 4 ഈക്വൽ ടു, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം, ഇത് മൈനസ് ഇത് എന്ത് കിട്ടും, a⁻4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി. അടുത്ത് ഇതും ഇതും സബ്ട്രാക്ട് ചെയ്യാം, ഇത് മൈനസ് മൈനസ്, അപ്പോൾ ഇതെന്താവും പ്ലസ്, അപ്പോൾ ഈ ടേം ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, 4a³ bയും 4a³ bയും ആഡ് ചെയ്താൽ 8a³ b എന്ന് കിട്ടും. അടുത്ത് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരേ സൈൻ ആണെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകും. അടുത്ത് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് മൈനസ് ഇതെന്താവും പ്ലസ്, ഇതും കൂടെ ആഡ് ചെയ്യണം, അപ്പോൾ എന്ത് കിട്ടും, പ്ലസ് 8ab³ എന്ന് കിട്ടും. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരേ സൈൻ ഉള്ളത് ക്യാൻസൽ ചെയ്ത് പോകും, ഓപ്പോസിറ്റ് സൈൻ വരുന്നത് എന്താണ്, ആഡ് ചെയ്ത് എഴുതണം, അത്രമാത്രം. വിച്ച് ഈസ് ഈക്വൽ ടു, ഒരു ചെറിയ സിംപ്ലിഫിക്കേഷൻ കൂടെ ഞാൻ ചെയ്യുന്നു. ഇതിലും കോമൺ ആയിട്ട് ആരുണ്ട്, ഒരു 8ab ഉണ്ട്, അത് പുറത്തെടുത്താൽ എന്ത് കിട്ടും, 8b ഒരു a പോയി, ബാക്കി എന്താ ഉള്ളത് a² പ്ലസ് 8a ഒരു b പോയാൽ ബാക്കി എന്താ ഉള്ളത് b², വിച്ച് ഈസ് ദ വാല്യൂ ഓഫ് a plus b the whole raised to 4 minus a-b the whole raised to 4. Next, we have to find value of this one using this result. എന്താണ് കാണേണ്ടത്, √3 plus √2 the whole raised to 4 minus √3 minus √2 the whole raised to 4. ഇതിന്റെ വാല്യൂ കാണണം. തൊട്ട് മുകളിൽ കിട്ടിയ നോക്കുക, a plus b the whole raised to 4, a plus b the whole raised to 4. അതായത് ഈ റിസൾട്ടിൽ എയുടെ സ്ഥാനത്ത് √3 ബിയുടെ സ്ഥാനത്ത് √2 കൊടുത്താൽ പോരെ. അപ്പോൾ ഈ സാധനം ഇതൊന്നും ആവത്തില്ലേ. അപ്പോൾ ഈ റിസൾട്ടിൽ എയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം, √3, ബിയുടെ പ്ലേസിൽ √2. എന്ത് കിട്ടും, 8 ഇൻറ്റു എയുടെ പ്ലേസിൽ √3 ബിയുടെ പ്ലേസിൽ √2 ഇൻറ്റു a². എക്ക് എന്താ കൊടുക്കേണ്ടത്, √3യുടെ സ്ക്വയർ 3 പ്ലസ് b² ബിയുടെ പ്ലേസിൽ എന്താ കൊടുക്കേണ്ടത്, √2ന്റെ സ്ക്വയർ 2 ഈക്വൽ ടു 3 plus 2 5 into 8 40, √3യും √2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, √6. സോ ഇതിന്റെ വാല്യൂ എന്തെന്ന് കിട്ടും, 40√6. ഞാൻ എന്താ ചെയ്തേ, ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ എക്ക് √3യും ബിക്ക് എന്ത് കൊടുത്തു, √2യും കൊടുത്തു. ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് x plus 1/x the whole raised to 6 using binomial theorem. ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങൾക്കറിയാം ഇവിടെ a എന്ന് പറഞ്ഞാൽ x, b എന്ന് പറഞ്ഞാൽ എന്താണ് 1/x. ആ ഐഡിയ മനസ്സിലുണ്ടായിരുന്നാൽ മതി. നിങ്ങൾക്കറിയാം എന്താണ് nc0, ഇവിടെ n എന്ന് പറഞ്ഞാൽ 6, അപ്പോൾ 6c0 ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ x റൈസ് ടു 6 പ്ലസ് 6c1 ആദ്യത്തെ ടേമിന്റെ പവർ ഒന്ന് കുറയ്ക്കണം ഇൻറ്റു രണ്ടാമത്തെ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതല്ലേ സ്റ്റെപ്പ്, ഇത്രയേ ഉള്ളൂ. പ്ലസ് 6c2 ആദ്യത്തെ ടേമിന്റെ പവർ ഒന്ന് കുറയ്ക്കുക, രണ്ടാമത്തെ പവർ ഒന്ന് കൂട്ടണം, 1/x അതിന്റെ സ്ക്വയർ 1/x the whole square, that is simply written as 1/x square, plus 6c3
എക്സ് റൈസ് ടു 4 എന്തായി മാറും എക്സ് ക്യൂബ്. അടുത്തത് 1/x², പവർ ഒന്ന് കൂട്ടിയാൽ 1/x³ പ്ലസ് 6c4 x². ഇതിന്റെ പവർ ഒന്ന് കുറച്ച്, ഇത് പവർ കൂട്ടുമ്പോൾ 1/x⁴ പ്ലസ് 6c5 ഇതെന്ത് കിട്ടും എക്സ്. ഇതിന്റെ പവർ ഒന്ന് കൂട്ടിയാൽ 1/x⁵ പ്ലസ് ലാസ്റ്റ് ടേം 6c6 ഇത് എലിമിനേറ്റ് ചെയ്ത് പോയി. 1/x⁵ പവർ ഒന്ന് കൂട്ടിയാൽ 1/ എന്ത് കിട്ടും x⁶ എന്ന് കിട്ടും. ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു ബൈനോമിയൽ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ പാസ്കൽസ് ട്രയാങ്കിൾ എന്ന ഐഡിയ ഉപയോഗിച്ചോ ചെയ്യാം. പാസ്കൽസ് ട്രയാങ്കിൾ വെച്ച് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബൈനോമിയൽ കോഎഫിഷ്യൻസ് കേട്ടോ. പ്രത്യേകത ഉണ്ടോ? 1 6 15 20 20 കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് റിവേഴ്സ് 15 6 1 അങ്ങനെയാണ് വരുന്നത്. അതൊക്കെ എൻ്റെ പ്രത്യേകതയാണ്, അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, 6c0 1 ഇൻറ്റു പിന്നെ എന്താ ഉള്ളത് x⁻6 പ്ലസ് 6c1 ദാറ്റ് ഈസ് 6 x⁵ ഒരു x ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ എന്ത് കിട്ടും x⁴ പ്ലസ് വാട്ട് ഈസ് 6c2 കാൽക്കുലേറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ഇത് മനസ്സിൽ വന്നാൽ മതി 15 എന്ന് കിട്ടും. ഓക്കെ, 6c2 15 ഇത് സിംപ്ലിഫൈ എന്ത് കിട്ടും x⁴/x². x² പോയാൽ മേളിൽ പിന്നെ എന്തുണ്ട് x² പ്ലസ് അടുത്ത 6c3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും 20. ഇവിടെ x³ ക്യാൻസൽ ചെയ്താൽ പിന്നെ വേറെ ഒന്നുമില്ല. പ്ലസ് 6c4 ദാറ്റ് ഈസ് അഗൈൻ 15 എന്ന് വരും. x²/x⁴. x² മേളിൽ ക്യാൻസൽ ചെയ്തു, താഴെ ക്യാൻസൽ ചെയ്തു, പിന്നെ താഴെയാണ് എന്തുള്ളത് x² ദാറ്റ് ഈസ് x² എന്ന് എഴുതാം, തെറ്റിക്കരുത്. പ്ലസ് ദെൻ 6c5 എന്താണ് 6. ഇവിടെ എന്ത് കിട്ടും x/x⁵. ഒരു x ക്യാൻസൽ ചെയ്താൽ താഴെ എന്ത് വരും x⁴ പ്ലസ് 6c6 എന്താണ് 1. പിന്നെ ബാക്കി എന്താ ഉള്ളത് 1/x⁶ വിച്ച് ഈസ് ദ എക്സ്പാൻഷൻ. അതിനൊരു ഭംഗിയുണ്ട്, നോക്കി നോക്ക്. x² x⁴ x² x⁻0 അടുത്ത് x⁻², x⁻4 x⁻6 അല്ലേ? ആ ഭംഗി ഉണ്ടാവും എക്സ്പാൻഷനിൽ. നോക്കുക. ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് സിഗ്മ r equal to 0 to n NCR into 3r equal to 4n എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എടുത്തെഴുതി. which is equal to sigma means എന്താണ് സമ്മേഷൻ എന്നാണ് കേട്ടോ. ഇതിൽ നമ്മൾ ആഹിന് എന്ത് കൊടുക്കുക 0 1 2 3 4 കൊടുത്ത് സമ്മിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. ആദ്യം ആഹ് കൊടുക്കുക, ആഹിന് എന്ത് കൊടുക്കാം 0 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും NC0 3/0 എനി ക്വാണ്ടിറ്റി റൈസ് ടു 0 1 അത് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് നെക്സ്റ്റ് ആഹിന് 1 കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും NC1 അടുത്ത 3/1 ദാറ്റ് ഈസ് 3 പ്ലസ് NC അടുത്ത ആഹിന് 2 അപ്പോൾ NC2 അടുത്തെന്ത് വരും ആഹിന് 2 കൊടുത്താൽ 3² പ്ലസ് NC3 അടുത്തെന്തായിരിക്കും 3³ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എന്താണ് ആഹിന് എന്ത് കൊടുക്കണം n. അപ്പോൾ എന്ത് കിട്ടും NCn 3/n എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് കാണുമ്പോൾ നേരത്തെ പഠിപ്പിച്ച ഒരു സംഗതി മനസ്സിലേക്ക് വരണം. NC0 into 1 പ്ലസ് NC1 into 1/something into 3 പ്ലസ് NC2 1/something into 3² അല്ലേ? 1ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നത് അല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? A എന്ന് പറഞ്ഞാൽ 1 ആക്കി എഴുതാം. B എന്ന് പറഞ്ഞാൽ എന്താണ് 3 the whole raised to n എന്ന് എഴുതിക്കൂടെ? ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കി നോക്ക്. a plus b the whole raised to n. NC0 1 ആയതുകൊണ്ട് 1ന്റെ പവർ എഴുതണ്ട. അപ്പോൾ ആദ്യത്തെ ഓക്കെ പ്ലസ് NC1 3 എഴുതുന്നു. അടുത്ത് NC2 3² പ്ലസ് NC3 3³ പ്ലസ് എക്സെട്ര പ്ലസ് NC raised to n NCn 3 എന്ത് കിട്ടി n എന്ന് കിട്ടി. ഹിയർ a 1 b എന്താണ് 3. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? a plus b the whole raised to n എന്ന ഫോമിലാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 plus 3 എന്താണ് 4 raised to n which is the right hand side we have to prove. Just ഒന്ന് നോക്കുക, ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ യൂസിംഗ് ബൈനോമിയൽ തിയറം ഫൈൻഡ് വാല്യൂ ഓഫ് 102 റൈസ് ടു 5. ഇത് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ നമുക്ക് വാല്യൂ കിട്ടും. പക്ഷേ ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് ഇതിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് ചെയ്തതിന് ശേഷം അവസാനം കിട്ടുന്ന ആൻസർ ശരിയാണെന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്ത് വെരിഫൈ ചെയ്യാം, ഒറ്റയടിക്ക് എഴുതരുത്. ഓക്കെ, സോ 102 റൈസ് ടു 5 നമുക്ക് ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യണം. അപ്പോൾ സം ഓർ ഡിഫറൻസ് ഓഫ് 2 ടേംസ് ആക്കി എഴുതണം. സോ 102നെ എനിക്ക് എങ്ങനെ എഴുതാം? സിംപ്ലി 100 പ്ലസ് 2. സിംപ്ലിഫിക്കേഷൻ എളുപ്പമുള്ള 100 അല്ലെങ്കിൽ 1000 അങ്ങനത്തെ ടേംസിൽ എഴുതുന്നതാണ് എളുപ്പം. ഇവിടെ 100ൽ എഴുതുന്നതാണ് എളുപ്പം. സോ 100 പ്ലസ് 2 ദ ഹോൾ റൈസ് ടു 5 എന്ന് ഇതിനെ എഴുതിക്കൂടെ? അപ്പോൾ ഇത് ഏത് ഫോമായി? a പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 5 എന്ന ഫോമിലായി.
we can use binomial theorem. എന്താണ് a plus b the whole raised to n നിങ്ങൾക്കറിയാം. അതനുസരിച്ച് പറഞ്ഞോ here n എന്ന് പറഞ്ഞാൽ എന്താണ് 5. So 5c0 first term raised to maximum power plus 5c1 ഫസ്റ്റ് ടേമിന്റെ പവർ ഒന്ന് കുറയ്ക്കണം ഇൻറ്റു സെക്കൻഡ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു പ്ലസ് അടുത്തെന്താണ് വരുന്നത് 5c2 ഇൻറ്റു ഒരു ഡോട്ട് ഇട്ടാൽ മതി 5c2 ഇൻറ്റു 100 ക്യൂബ് ഇൻറ്റു അടുത്തെന്ത് വരും 2 സ്ക്വയർ ഇവിടെ 2 അത് 2 സ്ക്വയർ ആയി പ്ലസ് ഞാൻ ഇങ്ങോട്ട് എഴുതാം 5c3 അടുത്തെന്താണ് ഇൻറ്റു 100 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ എന്തായി മാറും പവർ കൂടും ആദ്യത്തത് പവർ കുറഞ്ഞു വരും രണ്ടാമത്തെ പവർ കൂടി പോകും plus 5c4 into 100 raised to 1 that is 100 into ഇത് 2 raised to 4 plus 5c5 ഇത് eliminate ചെയ്ത് പോയി 2 raised to 4 എന്ത് വരും 2 raised to 5 is equal to ഇനിയാണ് പണി 5c0 എന്താണ് 1 into 100 raised to 5 എന്താണ് 100 raised to 5 100ന് 5 പ്രാവശ്യം മൾട്ടിപ്ലൈ എഴുതാൻ എളുപ്പമാണ് ഒന്നിട്ടിട്ട് അല്ലേ 10 0 ഇടുക ഇവിടെ 2 0 റൈസ് ടു 5 അല്ലേ അപ്പോൾ 10 0 ഇട്ടാൽ മതി 1 2 3 4 5 6 7 8 9 10 അല്ലേ 0 ഇട്ട് കളി പ്ലസ് നെക്സ്റ്റ് എന്ത് വരും 5c1 എന്ന് പറഞ്ഞാൽ 5 into 2 എത്രയാണ് 10 5 into 2 എന്താണ് 10 ഇനി 100 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ഒന്നിട്ടിട്ട് 8 0 ഇടണം ഈ 10 കൊണ്ട് മൾട്ടിപ്ലൈ അപ്പോൾ മൊത്തം എത്രയായി 1 ഇട്ടിട്ട് 9 0 ഇടണം 9 0 1 2 3 4 5 6 7 8 9 പ്ലസ് നെക്സ്റ്റ് 5c2 എന്ന് പറഞ്ഞാൽ എന്താണ് 10 എന്നാണ് 10 into 4 40 അപ്പോൾ അടുത്ത് വരുന്ന എന്താണ് 40 into 100 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നിട്ടിട്ട് 6 0 ഇടണം അതും ഇത് മൾട്ടിപ്ലൈ എന്ത് കിട്ടും 4 ഇട്ടതിന് ശേഷം ഇവിടെ 6 0 ഉണ്ട് ഇവിടെ ഒരു 0 ഇടാം മൊത്തം 7 zeros ഇടണം 1 2 3 4 5 6 7 സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ അടുത്ത പ്ലസ് 5c3യുടെ വാല്യൂ അഗൈൻ എന്താണ് 10 അല്ലേ അത് ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം 10 ഇൻറ്റു അടുത്ത 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നിട്ടിട്ട് 4 0 ഇതെത്രയാണ് 8 2 ക്യൂബ് 8 അപ്പോൾ 8 ഇട്ടിട്ട് എന്ത് ചെയ്യണം പറ ഇവിടെ 4 0 ഇവിടെ ഒരു 0 5 0 അപ്പോൾ 8 ഇട്ടിട്ട് 5 0 ശരിയല്ലേ പ്ലസ് നെക്സ്റ്റ് 5c4 എന്ന് പറഞ്ഞാൽ 5 എന്നാണ് കേട്ടോ 5 അടുത്ത 2 raised to 4 എന്ന് പറഞ്ഞാൽ 16ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും 80 into 100 80 into 100 8 പിന്നെ 3 0 പ്ലസ് 5c5 1 into 2 raised to 5 2 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും 32 കഴിഞ്ഞു ഇനി പതുക്കെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക ഇത്രയും ടേംസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുക 110 40 80 which is the value of 102 raised to 5 ജസ്റ്റ് ഒന്ന് നോക്കുക ഇതേ ക്വസ്റ്റ്യൻ 98 raised to 5 എന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതണമായിരുന്നു 100 minus 2 raised to 5 ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്താൽ മതി സൈൻ ചേഞ്ച് ചെയ്താൽ മതി ഇതുപോലത്തെ ഏത് പ്രോബ്ലം വന്നാലും ചെയ്ത് നോക്കുക അവസാനം വേണമെങ്കിൽ കാൽക്കുലേറ്റർ കൊടുത്ത് കിട്ടിയ ആൻസർ ശരിയാണെന്ന് വെരിഫൈ ചെയ്യുക ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജസ്റ്റ് ബൈനോമിയൽ തിയറത്തിന്റെ കുറെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ചെയ്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ ബൈനോമിയൽ തിയറത്തിന്റെ പ്രോപ്പർട്ടീസുമായി വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ബൈ